നമസ്കാരം. പൈത്തൺ പ്രോഗ്രാമിങ്ങിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇൻപുട്ട് ഫംഗ്ഷൻ. നമുക്ക് ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും നമുക്ക് പ്രോഗ്രാമിനോട്ട് ഡേറ്റ ഇൻപുട്ട് ചെയ്യണം. കീബോർഡ് വഴി നമുക്ക് ഡേറ്റ അക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരും. അന്നേരം ഡേറ്റ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ് ഇൻപുട്ട് ഫംഗ്ഷൻ. ഓക്കെ, ഈ ഏതൊരു ഫംഗ്ഷനും ഒരു ജോലി ചെയ്യാനുണ്ടാവും. ഈ ഇൻപുട്ട് ഫംഗ്ഷൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ എന്താണ്? കീബോർഡ് വഴി ഒരു വാല്യൂ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ യൂസേജ് നമുക്ക് നോക്കാം. എക്സ് ഈക്വൽ ടു ഇൻപുട്ട് സിംഗിൾ കോട്ടിനകത്ത് എൻ്റർ എക്സ്. എക്സിന് വാല്യൂ കൊടുക്കുക എന്നുള്ളതാണ്. വാട്ട് എവർ ദ തിങ് സ്പെസിഫൈഡ് ഇൻ സിംഗിൾ കോഡ്സ് ഈസ് ട്രീറ്റഡ് ആസ് സ്ട്രിങ്. അത് അതേപോലെ തന്നെ സ്ക്രീനിൽ തെളിഞ്ഞു വരും. നമ്മൾ ഒരു കീബോർഡ് വഴി ഒരു വാല്യൂ അക്സെപ്റ്റ് ചെയ്യാൻ പോകണം. നമ്മൾ എക്സിൻ്റെ വാല്യൂ ആണ് അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് വേണമെങ്കിൽ മെസ്സേജ് മാറ്റി കൊടുക്കാം. എൻ്റർ ദ വാല്യൂ ഓഫ് എക്സ്, അല്ലെ എൻ്റർ എ നമ്പർ എന്നൊക്കെ പറഞ്ഞു കൊടുക്കാം. എന്താണോ നമ്മൾ പറയുന്നത് അത് അതേപോലെ തന്നെ സ്ക്രീനിൽ തെളിഞ്ഞു വരും. എന്നിട്ട് കീബോർഡിൽ നിന്നും ഒരു വാല്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്യും. നമ്മൾ എൻ്റർ ചെയ്യപ്പെടുന്ന നമ്പർ എവിടെ കൊണ്ട് സ്റ്റോർ ചെയ്യും? എക്സിലോട്ട്. അന്നേരം ദ ഫംഗ്ഷൻ ഇൻപുട്ട് റിട്ടേൺസ് എ സ്ട്രിങ്. നമ്മൾ ന്യൂമറിക് ഡേറ്റ ആയിട്ടാണ് നമ്മൾ വിചാരിക്കുന്നതെങ്കിലും അത് കൊണ്ട് സ്റ്റോർ ചെയ്യുന്ന ഏത് രീതിയിലായിരിക്കും? നമ്മൾ നമ്പറാണ് കൊടുക്കുന്നതെങ്കിലും അല്ലെങ്കിൽ ആണെങ്കിലും അത് സ്ട്രിങ് ഫോർമാറ്റിലായിരിക്കും എക്സിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. നമുക്കാണ് ഏത് ഡേറ്റയും കീബോർഡ് വഴി അക്സെപ്റ്റ് ചെയ്യുന്നത് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് വഴി ഫെച്ച് ചെയ്ത് സ്റ്റോർ ചെയ്യുന്ന ഏത് ഫോർമാറ്റിലാക്കുമെന്ന് മനസ്സിലാക്കുക. സ്ട്രിങ് ആണെന്ന് മനസ്സിലാക്കുക. വരും സെഷനുകളിൽ എങ്ങനെ സ്ട്രിങ്ങിനെ നമ്മൾ ന്യൂമറിക് ആക്കി കൺവേർട്ട് ചെയ്ത് അരിത്തമെറ്റിക് കാൽക്കുലേഷനൊക്കെ യൂസ് ചെയ്യാമെന്ന് നമുക്ക് പഠിക്കാം. അടുത്തത് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്. സ്ക്രീനിൽ എന്തെങ്കിലും മെസ്സേജസ് പ്രിൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് എന്താണ്? പ്രിൻ്റ് ഫംഗ്ഷൻ. ഓക്കെ, അന്നേരം നേരത്തെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ഇൻപുട്ട് ഉപയോഗിച്ചെങ്കിൽ ഇവിടെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? പ്രിൻ്റ് ഉപയോഗിക്കുന്നു. ഓക്കെ, ഇവിടെ പ്രിൻ്റ് ഹലോ എന്ന് സിംഗിൾ കോട്ടിൽ പറഞ്ഞേക്കുന്നു. സ്ട്രിങ് ആയ ഹലോ എന്നുള്ള മെസ്സേജിനെ നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ പറയുന്നത് ഞങ്ങൾ സിംഗിൾ കോട്ടി കൊടുക്കണം. സ്ക്രീനിൽ എന്ത് മാത്രമേ കാണുള്ളൂ? ഹലോ എന്ന് മാത്രം കാണിക്കും. പ്രിൻ്റ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് എന്നുള്ള വേരിയബിളിൻ്റെ വാല്യൂ ആയിരിക്കും സ്ക്രീനിൽ കാണിക്കുന്നത്. പ്രിൻ്റ് എക്സ് വൈ ഇസഡ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂവും വൈയുടെ വാല്യൂവും ഇസഡിൻ്റെ വാല്യൂവും നമുക്ക് പ്രിൻ്റ് ചെയ്ത് കാണിക്കാം. ഓക്കെ, അന്നേരം ഒന്ന് കോൺസ്റ്റന്റ് ആയിരുന്നെങ്കിൽ ബാക്കി രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ എന്താണ്? വേരിയബിൾസ് ആണ്. മൾട്ടിപ്പിൾ വേരിയബിൾസ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ ഉപയോഗിക്കാം. ഇവിടെ എക്സാമ്പിൾ നോക്കുക. മൈ നെയിം ഈക്വൽ ടു റാം, മൈ ഏജ് ഈക്വൽ ടു 20 എന്ന് പറഞ്ഞാൽ മൈ നെയിം എന്നുള്ള വേരിയബിളിലോട്ട് നമ്മൾ എന്ത് സ്റ്റോർ ചെയ്തു? റാം എന്ന് സ്റ്റോർ ചെയ്തു. മൈ ഏജ് എന്ന് പറഞ്ഞ വേരിയബിളിലോട്ട് നമ്മൾ എന്ത് സ്റ്റോർ ചെയ്തു? 20 എന്ന് സ്റ്റോർ ചെയ്തു. നമ്മൾ നേരത്തെ വേരിയബിൾസ് ഒക്കെ പഠിച്ചതാണ്. പ്രിന്റ് സിംഗിൾ കോട്ടിനുള്ളിൽ നെയിം കോളൻ പെർസെൻറ്റേജസ്, ഏജ് കോളൻ പെർസെൻറ്റേജ് ഡി. ഓക്കെ, എന്നിട്ട് പെർസെൻറ്റേജ് മൈ നെയിം മൈ ഏജ്. ഓക്കെ, അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കുക. പ്രിന്റ് നെയിം പെർസെൻറ്റേജ് 20s, ഏജ് പെർസെൻറ്റേജ് 2d, പെർസെൻറ്റേജ് മൈ നെയിം കോമ മൈ ഏജ്. ആദ്യത്തത് പെർസെൻറ്റേജ് എന്തിനു വേണ്ടിയാണ്? സ്ട്രിങ് പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. പെർസെൻറ്റേജ് ഡി എന്തിനു വേണ്ടി ഉപയോഗിക്കും? ഏജ് കാണിക്കാൻ വേണ്ടി. ചുരുക്കം പറഞ്ഞാൽ നെയിമും കാണിക്കും. നെയിം എന്നുള്ള മെസ്സേജ് എഴുതി കാണിച്ചതിന് ശേഷം എന്ത് കാണിക്കും? നമ്മൾ എന്ത് പേരാണ് കൊടുത്തത്? എന്തായിരിക്കും? ആസ് ഫോർ അവർ എക്സാമ്പിൾ റാം എന്ന് കാണിക്കും. ഏജ് എന്ന് എഴുതി കാണിച്ചതിന് ശേഷം കോളൻ ഇട്ടിട്ട് എന്ത് കാണിക്കും? ഡെസിമൽ ഫോർമാറ്റിൽ അതിനെ കാണിക്കാൻ 20 എന്ന് കാണിക്കും. ചുരുക്കം പറഞ്ഞാൽ റാം പേര് റാം എന്നും ഏജ് 20 എന്നും കാണിക്കും. ഇനി 20s 2dയുടെ ഉപയോഗം എന്ന് വെച്ചാൽ മൊത്തം റാം എന്നുള്ള പേര് പ്രിന്റ് ചെയ്യാൻ വേണ്ടി 20 സ്പേസ് എടുക്കും, അതിനകത്ത് നിൽക്കും. ഇനി 2D എന്ന് പറഞ്ഞാൽ 2 ഡെസിമൽ പ്ലേസിനുള്ളിൽ നമുക്ക് 20 കിട്ടും. 3D എന്നാണ് പറഞ്ഞാൽ 3 സ്ഥലം എടുക്കും, അതിനകത്ത് 2 സ്പേസിനുള്ളിൽ നമ്മൾ എന്ത് കാണിക്കും? 20 എന്ന് കാണിക്കും. ഓക്കെ, ഓക്കെ,
അടുത്തത് import statement. We can use any Python source file as a module by using import statement. നമ്മൾ എഴുതിയുണ്ടാക്കിയിട്ടുള്ള ഏതൊരു കമ്പൈലേഷൻ അല്ലെങ്കിൽ ഇൻ്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ എറർ ഫ്രീ ആയിട്ടുള്ള ഫയലിനെയും നമുക്ക് ഒരു മോഡ്യൂളായിട്ട് നമുക്ക് ഏതൊരു പ്രോഗ്രാമിനകത്തും അറ്റാച്ച് ചെയ്ത് അതിനകത്ത് റൂട്ടീൻസ് നമുക്ക് ആ പ്രോഗ്രാമിൽ ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് എന്ത് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കാം? ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കാം. എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് യൂസേജ് ആദ്യം ശ്രദ്ധിക്കാം. ഇമ്പോർട്ട് മോഡ്യൂൾ 1, മോഡ്യൂൾ 2, മോഡ്യൂൾ 3. ഇത് 3 സോഴ്സ് ഫയലിനകത്ത്. മോഡ്യൂളിനകത്ത് കുറേ എന്തെങ്കിലും ജോലികൾ ഉണ്ടായിരിക്കും, ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവും. മോഡ്യൂൾ 2ലും വേറെ വല്ലതും ഉണ്ട്, മോഡ്യൂൾ 3ലും വേറെ വല്ലതും ഉണ്ടെങ്കിൽ ആ മോഡ്യൂൾസിലുള്ള കണ്ടന്റ് ഫയലുകൾ, പ്രോഗ്രാമുകൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന പ്രോഗ്രാമിനകത്ത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മോഡ്യൂൾസ് ഇൻക്ലൂഡ് ചെയ്യാം. എക്സാമ്പിളായിട്ട് ഒന്നാമത്തെ എക്സാമ്പിൾ നോക്കുക. ഇമ്പോർട്ട് മാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മാത്ത് എന്ന് പറയുന്ന മോഡ്യൂൾ ഫയലിനെ നമ്മൾ ഇനിയിപ്പം ചെയ്യാൻ പോകുന്ന പ്രോഗ്രാമിനകത്ത് ഉപയോഗിക്കുന്നു എന്ന് കാണിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ മാത്തിനകത്തുള്ള ഏതൊരു റൂട്ടീനെയും നമുക്ക് പുതിയതായിട്ട് ചെയ്യുന്ന പ്രോഗ്രാമിനകത്ത് ഉപയോഗിക്കാം. ഈ മാത്ത് എന്നൊക്കെ പറയുന്ന മോഡ്യൂൾ ഒരു ലൈബ്രറി മോഡ്യൂൾ പോലെ നമുക്ക് കരുതിയാൽ മതി. അടുത്ത വേറൊരു യൂസേജ് നോക്കുക. ഇമ്പോർട്ട് മോഡ്യൂൾ 1 ആസ് വേരിയബിൾ നെയിം. ഈ പ്രോഗ്രാമിനകത്ത് ആ മോഡ്യൂളിന് നമ്മളൊരു പ്രത്യേക പേര് പറഞ്ഞെടുക്കുവാണ്. രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഇമ്പോർട്ട് മാത്ത് ആസ് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ മാത്ത് എന്ന് പറയുന്ന ലൈബ്രറിയെ ഈ മോഡ്യൂളിനകത്ത് നമ്മൾ ഏത് പേരിലാണ് ഉപയോഗിക്കുന്നത്? മാത്തമാറ്റിക്സ് എന്നുള്ള പുതിയൊരു നാമത്തിലാണ് അറിയപ്പെടുന്നത്. ഇനി വേറെ എക്സാമ്പിൾ നോക്കാം. ഫ്രം മോഡ്യൂൾ 1 ഇമ്പോർട്ട് ഫംഗ്ഷൻ 1. യൂസേജ് അങ്ങനെയാണ്. എന്താണ്? ഫ്രം മോഡ്യൂൾ 1 ഇമ്പോർട്ട് ഫംഗ്ഷൻ 1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ മോഡ്യൂളിനകത്തുള്ള ഏത് ഫംഗ്ഷൻ ഇമ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? ഫംഗ്ഷൻ 1 ഇമ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞത്. എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഫ്രം മാത്ത് ഇമ്പോർട്ട് പൈ. പൈയുടെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള റൂട്ടീൻസ് ഒക്കെ ചിലപ്പോൾ മാത്തിനകത്ത് ഉണ്ടാകും. നമുക്ക് എല്ലാ മാത്ത് റൂട്ടീൻസും വേണ്ട. നമുക്ക് എന്ത് മാത്രം മതി? മാത്ത് എന്ന് പറഞ്ഞ ലൈബ്രറി മോഡ്യൂളിനകത്തുള്ള പൈ മാത്രം ഇമ്പോർട്ട് ചെയ്യുന്നു. അതിൻ്റെ തൊട്ട് താഴെ എക്സാമ്പിൾ നോക്കുക. ഫ്രം മാത്ത് ഇമ്പോർട്ട് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എല്ലാം ഇമ്പോർട്ട് ചെയ്യാൻ പറയണം. അങ്ങനെ വിവിധങ്ങളായ രീതിയിൽ നമ്മൾ ആൾറെഡി എഴുതിയിട്ടുണ്ട്. നമ്മൾ എഴുതി ഉണ്ടാക്കുന്ന മോഡ്യൂൾസോ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ കിട്ടുന്ന മോഡ്യൂൾസോ നമുക്ക് ആവശ്യാനുസരണം നമ്മുടെ പ്രോഗ്രാമിൽ ഉപയോഗിക്കാൻ വേണ്ടിയാണ് എന്ത് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്? ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. അടുത്തത് comment lines in Python. Comments can be used to explain code, to make the code more readable and to prevent from executing. നമ്മൾ എഴുതുന്ന പ്രോഗ്രാമിന് നമുക്ക് തന്നെ ഫ്യൂച്ചറിൽ നോക്കുമ്പോൾ എക്സ്പ്ലനേഷൻസ് ഒക്കെ വേണം, അല്ലെ വേറൊരാൾ നോക്കിയാൽ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ കമൻറ്റ്സ് യൂസ് ചെയ്യാം. നമ്മൾ ബുക്സിലൊക്കെ റിമാർക്സ് എഴുതുന്നതിൻ്റെ കൂട്ട് മാത്രമേ ഉള്ളൂ കമൻറ്റ്സ് എന്ന് പറഞ്ഞാൽ, കമൻറ്റ് ലൈനുകൾ. ഓക്കെ, അല്ലെങ്കിൽ എന്താണ്? നമുക്ക് ആവശ്യാനുസരണം ഈ പ്രോഗ്രാം ഇന്ന പർപ്പസിനാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് റീഡബിലിറ്റി കൂട്ടാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ എന്താണ്? ഏതെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് പർട്ടിക്കുലർ സമയത്തേക്ക് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി എന്തുപയോഗിക്കാം? കമൻറ്റ്സ് ഉപയോഗിക്കാം. ഒരു എക്സാമ്പിൾ നോക്കുക. നമുക്ക് ദിസ് ഈസ് എ കമൻറ്റ് എന്ന് എഴുതിയേക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഹാഷ് ഉപയോഗിച്ച് നമുക്ക് സിംഗിൾ ലൈൻ കമൻറ്റ് കൊടുക്കുക. എന്ന് പറഞ്ഞാൽ പ്രിന്റ് ഹലോ വേൾഡ് എന്നുള്ള സാധനം ഇന്റർപ്രറ്റർ ഉപയോഗിച്ച് ഇന്റർപ്രറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ ദിസ് ഈസ് എ കമൻറ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് കമൻറ്റാണ്, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുള്ള നമുക്ക് മനസ്സിലാക്കാം. ഏതെങ്കിലും ലൈനിന് മുമ്പിൽ ഹാഷ് കണ്ടാൽ എന്ത് മനസ്സിലാക്കണം? ഇതൊരു കമൻ്റ് ആണെന്ന് മനസ്സിലാക്കണം. ഇനി ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിട്ട് അതിന് ശേഷം എൻഡിലും നമുക്ക് കമൻറ്റ് കൊടുക്കാം കേട്ടോ. പ്രിന്റ് ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു കമൻറ്റ് കൊടുത്തു. എന്നിട്ടും പച്ച കളറിൽ കാണുന്ന കമൻറ്റുകളാണ്. ഇത് നമുക്ക് വേറെ രീതി പറയാം. എന്താണ്? മൾട്ടിപ്പിൾ ലൈൻ, 2 കൂടുതൽ കമൻറ്റ്സ് എങ്ങനെ കൊടുക്കാം? 2 ലൈനിൽ പ്രിന്റ് ഹലോ വേൾഡ് എന്നുള്ള നമ്മൾ ഹാഷ് ഇട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഹലോ വേൾഡ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കമൻറ്റ് ചെയ്തേക്കുവാണ്. അടുത്ത പ്രിന്റ് എഫ് എന്ന് എഴുതിയിട്ട് ഹലോ വേൾഡ് എന്നുള്ള സാധനത്തിൽ നമ്മൾ കമൻറ്റ് ചെയ്യുന്നു. 2 വേർഡ് കമൻറ്റ് ആയിരുന്നു. ആ 2 എക്സിക്യൂട്ട് ചെയ്യത്തില്ല, തെരിയോ തെറ്റെന്നുള്ളതല്ല. പക്ഷേ എന്ത് മാത്രം വർക്ക് ചെയ്യും? പ്രിന്റ് ചിയേഴ്സ് മേറ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് മാത്രം വർക്ക് ചെയ്യത്തുള്ളൂ. ഇനി ഒന്നിൽ കൂടുതൽ ലൈൻ എങ്ങനെ ഒരുമിച്ച് കമൻറ്റ് ചെയ്യാന്നുള്ളതാണ്. യഥാർത്ഥ സിംഗിൾ ലൈൻ കമൻറ്റ് മാത്രമേ ഉള്ളൂ. ഇവിടെ മൾട്ടിപ്പിൾ ലൈൻസ് എങ്ങനെ കമൻറ്റ് ചെയ്യാന്നുള്ള വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? 3 സിംഗിൾ കോട്ട് ഇട്ട് നമുക്ക് വേണമെങ്കിൽ
മൾട്ടിപ്പിൾ ലൈൻസ് ക്രിയേറ്റ് ചെയ്യാം. അത് യഥാർത്ഥത്തിൽ എം ഡി ആയിട്ടുള്ള ഒരു സ്ട്രിങ് കോൺസ്റ്റന്റ് ആണ്. യഥാർത്ഥത്തിൽ എം ഡി സ്ട്രിങ് കോൺസ്റ്റൻസ് കൊടുത്താൽ പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യാത്തതുകൊണ്ട് അതിന് വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാം, വേണമെങ്കിൽ മൾട്ടി ലൈൻ കമന്റ് ആയിട്ടുള്ള ടെക്നിക്കലി വേണമെങ്കിൽ പറയാം. അതിന് മൾട്ടിപ്പിൾ ലൈൻസ് കമന്റ് ചെയ്യാൻ വേണ്ടി വേണമെങ്കിൽ എന്ത് ചെയ്യാം, 3 ഡബിൾ കോട്ട് കൊടുക്കുക. എന്നിട്ട് എന്തുവാ, സ്റ്റേറ്റ്മെന്റ്സ് എഴുതി അവസാനം 3 ഡബിൾ കോട്ട് തീരുന്നെടുത്ത് സ്റ്റോപ്പ് ചെയ്താൽ അത്രയും സ്റ്റേറ്റ്മെന്റുകൾ എന്തായിട്ട് എടുക്കും, കമന്റായി എടുക്കും. ഓക്കെ, അതിന് കമന്റ് സിഗ്നിഫിക്കൻസ് അങ്ങ് മനസ്സിലാക്കണം. ഒരു പ്രോഗ്രാമിന്റെ എക്സ്പ്ലനേഷൻ ഡീറ്റെയിൽസ് വല്ലതും കോംപ്ലിക്കേറ്റഡ് ഉള്ള ഒരു ഫോർമുലയാണെന്ന് വെച്ചാൽ നമുക്ക് ഫ്യൂച്ചറിൽ ചിലപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി അതിനകത്ത് ഉപയോഗിക്കും. ഓരോ വേരിയബിൾ എന്തിനാണ്, അങ്ങനെ എക്സ്പ്ലനേഷൻ ഉപയോഗിക്കാം. നമ്മുടെ പ്രോഗ്രാമിന്റെ ടോട്ടാലിറ്റിയുള്ള റീഡബിലിറ്റി സ്റ്റേറ്റ്മെന്റ് കൂടാൻ വേണ്ടി ഉപയോഗിക്കാം. അല്ലെങ്കിൽ പ്രോഗ്രാം കമ്പൈൽ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് കമന്റ് ആക്കി വെച്ചിട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്താൽ എന്ത് ഔട്ട്പുട്ട് കിട്ടും, ഉള്ളപ്പോൾ എന്ത് കിട്ടും, ഇല്ലാതെ എന്ത് കിട്ടും, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി താൽക്കാലികമായിട്ട് നമുക്ക് വേണമെങ്കിൽ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാം, കമന്റ് ലൈൻസ് ഉപയോഗിക്കാം. ഒരു ചെറിയ എക്സാമ്പിൾ നോക്കാം. ഉണ്ടല്ലേ, n1 = int ഇൻപുട്ട് ബ്രാക്കറ്റിനകത്ത് സിംഗിൾ കോഡിനകത്ത് എൻ്റർ ഫസ്റ്റ് നമ്പർ. ഇതാദ്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ് നമുക്ക് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്തിനാണ് നമ്മൾ പഠിച്ചു. ഇൻപുട്ട് കൊടുത്തൊരു മെസ്സേജ് കൊടുത്താൽ അത് സ്ക്രീൻ എഴുതി കാണിക്കും. ഒരു പറഞ്ഞാൽ എൻ്റർ ഫസ്റ്റ് നമ്പർ എന്നുള്ള മെസ്സേജ് നമുക്ക് കാണിക്കും. അത് ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് എന്തിനു ഉപയോഗിക്കുന്നു, കീബോർഡ് വഴി വാല്യൂ അക്സെപ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. ക്ലിയർ? ഇനി അന്നേരം ഞാൻ പറഞ്ഞിരുന്നു എന്താണ്, ഇൻപുട്ട് ആൾവേസ് റിട്ടേൺ എ സ്ട്രിംഗ് വാല്യൂ. അന്നേരം നമുക്ക് ഒരു നമ്പർ ആയിട്ട് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, അതിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ദ ഫംഗ്ഷൻ int ഫംഗ്ഷൻ ഉപയോഗിച്ചു വി ക്യാൻ കൺവേർട്ട് എ സ്ട്രിംഗ് ഇൻഫർമേഷൻ ഇൻറ്റു എ ന്യൂമറിക് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് കൊടുക്കുന്നത് നമ്പർ ടൈപ്പ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതെങ്കിലേ മീനിങ് ഉള്ളൂ. ഇപ്പോൾ 123 എന്ന് എൻ്റർ ചെയ്താൽ അതിനെ ന്യൂമറിക് 123 എവിടെ സ്റ്റോർ ചെയ്യും, n1 എന്നുള്ള വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യും. ഓട്ടോമാറ്റിക് ദ ടൈപ്പ് ഓഫ് n1 വെക്കാം ഇൻറ്റിജർ. അതേ രീതിയിൽ n2 അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ ഈ സിമ്പിൾ പ്രോഗ്രാമിൽ എന്താണ് ചെയ്തേക്കുന്നത്, അഡീഷൻ നടത്തി ഡിഫറൻസ് കണ്ടുപിടിച്ചു, പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചു, ഡിവിഷൻ കണ്ടുപിടിച്ചു. അതിനുള്ള ഓപ്പറേഷൻ പ്ലസ് മൈനസ് സ്റ്റാർ സ്ലാഷ് ഒക്കെ ഉപയോഗിച്ചു. ഇവിടെ നോക്കുക, പ്രിന്റ് സം ഈക്വൽ ടു സിംഗിൾ കോട്ട് എഴുതി അതേപോലെ തന്നെ സ്ക്രീനിൽ റീപ്രൊഡ്യൂസ് ചെയ്ത് കാണിക്കും. പ്ലസ് രണ്ട് സ്ട്രിങ്ങുകൾ തമ്മിൽ കൂട്ടാൻ വേണ്ടിയാണ് പ്ലസ് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. അതിനാണ് സ്ട്രിംഗ് കൺകാറ്റിനേഷൻ എന്ന് പറഞ്ഞത്. വാട്ട് യു മീൻ ബൈ കൺകാറ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രിങ്ങിന്റെ കൂടെ വേറൊരു സ്ട്രിങ്ങോട് അറ്റാച്ച് ചെയ്യുന്ന ഓപ്പറേഷനെയാണ് എന്തെന്ന് പറയുന്നത്, കൺകാറ്റിനേഷൻ എന്ന് പറയും. ഇവിടെ n1ഉം n2 കൂടെ കൂട്ടിക്കിട്ടുന്ന റിസൾട്ട് ഒരു ന്യൂമറിക് റിസൾട്ട് ആണ്. അതിനെ സ്ട്രിംഗ് ആക്കി മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ആണ് എന്തെന്ന് പറഞ്ഞാൽ str. What is use of str? To convert a numeric value into string. What is use of int? To convert a string into integer. Okay? Then നമുക്ക് ബേസിക് ആയിട്ടുള്ള അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ചെയ്യുന്ന ഒരു സിമ്പിൾ പ്രോഗ്രാം ആണ് ഇവിടെ. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണാം. അടുത്തൊരു സിമ്പിൾ പ്രോഗ്രാം, ഫൈൻഡ് ദ ഏരിയ ഓഫ് എ സർക്കിൾ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു ഈ പ്രോഗ്രാമിനകത്ത്, ഇമ്പോർട്ട് മാത്ത് എന്ന് പറഞ്ഞ മോഡ്യൂളിനെ, ലൈബ്രറി മോഡ്യൂളിനെ നമ്മൾ പ്രോഗ്രാമിലോട്ട് ആഡ് ചെയ്തു. എന്നിട്ട് r = ഫ്ലോട്ട്. നേരത്തെ എന്താണ് പറഞ്ഞത്, int ആണ്. കിട്ടുന്ന സ്ട്രിങ്ങിനെ ഇൻറ്റിജർ ആക്കി മാറ്റുമായിരുന്നു. ഇവിടെ എന്ത് ചെയ്തു, ഫ്ലോട്ട് ആക്കി മാറ്റുന്നത്. ഡെസിമൽ പോയിന്റ് ഉള്ള ഒക്കെ വേണമെങ്കിൽ വരാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, എൻ്റർ ദ റേഡിയസ്. ബ്രാക്കറ്റ്സ് ഒക്കെ പ്രോപ്പർ ആയിട്ട് കൊടുക്കണം. കാരണം ഇൻപുട്ടിന് ഓപ്പണിംഗ് ബ്രാക്കറ്റും ക്ലോസിംഗ് ബ്രാക്കറ്റ് ഉണ്ട്, ഫ്ലോട്ട് ഫംഗ്ഷനും ഓപ്പണിംഗ് ബ്രാക്കറ്റ് ക്ലോസിംഗ് ബ്രാക്കറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് അവസാനം 2 ബ്രാക്കറ്റ്സ് വന്നേക്കുന്നത്. നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന വാല്യൂ ഇംപ്ലിസിറ്റ് ആയിട്ട് r എന്നുള്ള വേരിയബിളിൽ കൊണ്ട് ഫ്ലോട്ട് ടൈപ്പ് ആയിട്ട് സ്റ്റോർ ചെയ്യും. എന്നിട്ട് നമ്മൾ പ്രിന്റിനകത്ത് നേരത്തെ നമ്മൾ എക്സാമ്പിൾ പഠിച്ചു, സ്ട്രിംഗ് പ്രിന്റ് ചെയ്യാൻ പഠിച്ചു, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് പ്രിന്റ് ചെയ്യാൻ പഠിച്ചു, വേരിയബിൾസ് പ്രിന്റ് ചെയ്യാൻ പഠിച്ചു. ഇവിടെ യഥാർത്ഥ ഒരു എക്സ്പ്രഷൻ ആണ് പ്രിന്റ് ചെയ്യുന്നത്. നോക്കുക, പ്രിന്റ് എന്ത് പറഞ്ഞു, ഏരിയ ഓഫ് സർക്കിൾ ഈക്വൽ ടു എന്ന് പറഞ്ഞ സിംഗിൾ കോട്ട്. അതേപോലെ തന്നെ പ്ലസ് നമ്മൾ അതിനോട് ആഡ് ചെയ്തു, അതിനെ str പറഞ്ഞ് കൺവേർട്ട് ചെയ്തു. കൺവേർട്ട് ചെയ്യാൻ കിട്ടുന്ന സ്ട്രിങ്ങിനെ കൺവേർട്ട്. ഇവിടെ നോക്കുക, math.py. ഇപ്പം നമുക്ക് 3.14 എന്നുള്ള വാല്യൂ വേണമെങ്കിൽ നേരിട്ട് കൊടുക്കാം. നമുക്ക് അതിൻ്റെ കറക്റ്റ് ആയിട്ട് കുറച്ച് പൊസിഷൻ കൂടിയുള്ള പൈയുടെ വാല്യൂ എടുക്കണമെങ്കിൽ എന്ത് യൂസ് ചെയ്യാം, മാത്തിനകത്തുള്ള pi എന്നുള്ള അതിൻ്റെ വാല്യൂ എടുക്കും ഇൻറ്റു r ഇൻറ്റു r. math.py ഇൻറ്റു r ഇൻറ്റു r എന്ന് പറയും. മാത്ത് എന്നുള്ള മോഡ്യൂൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പൈയുടെ വാല്യൂ നമ്മൾ കൊടുക്കുന്ന റേഡിയസിനെ വീണ്ടും റേഡിയസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന റിസൾട്ടിനെ സ്ട്രിംഗ് ആക്കി മാറ്റി പ്രിന്റ് ചെയ്ത് ഔട്ട്പുട്ട് അങ്ങനെ കിട്ടും. ഏരിയ ഓഫ് സർക്കിൾ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന റേഡിയസിനനുസരിച്ചുള്ള ഏരിയ ആയിരിക്കും ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. അടുത്ത 1-2 മാത്തമെറ്റിക്കൽ ഫങ്ഷൻസ് നോക്കാം. മാക്സ് എന്താണ്, കൊടുക്കുന്ന സെറ്റിൽ വലുത് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയാണ്. മാക്സ് 45, 56, 3 എന്ന് പറഞ്ഞാൽ ഏതാണ് ഔട്ട്പുട്ട്, 56.
മിൻ നേരെ ഓപ്പോസിറ്റ് എന്താണ്? സെറ്റിലെ ഏറ്റവും മിനിമം. എക്സാമ്പിൾ എന്താണ്? 3. അടുത്ത എന്താണ്? ABS ആബ്സല്യൂട്ട് വാല്യൂ കണ്ടുപിടിക്കുക. -34ന്റെ ഉത്തരം എന്താണ്? 34 എന്നാണ്. ABSന് പോസിറ്റീവ് വാല്യൂ തന്നെ കൊടുക്കുന്നത്, മാറ്റമൊന്നും ഉണ്ടാവില്ല, സെയിം റിസൾട്ട് തന്നെ പ്രിന്റ് ചെയ്യും. അടുത്ത എന്താണ്? പവർ കാണാനുള്ളതാണ് PW. POW എന്തിനു വേണ്ടിയാണ്? POW 2,3 എന്ന് പറഞ്ഞാൽ 2⁻3 അത്രയേ ഉള്ളൂ. 2⁻3 എന്ന് പറഞ്ഞാൽ 8. അങ്ങനെ നമുക്ക് ഇങ്ങനെയുള്ള ഇഷ്ടംപോലെ മാത്തമെറ്റിക്കൽ ലൈബ്രറി ഫംഗ്ഷൻസ് ഉണ്ട്. ഇത് നമുക്ക് ആവശ്യാനുസരണം യൂസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ എക്സാമ്പിൾ കാണിച്ചുള്ള ഇതിനെയൊക്കെ നമ്മൾ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് പറയും. ഇതിന്റെ ലോജിക്കൊന്നും നമ്മൾ എഴുതി ഉണ്ടാക്കുന്നത് ഫംഗ്ഷൻ വിളിച്ചാൽ അതിനകത്ത് ആ ജോലി പെർഫോം ചെയ്ത് നമുക്ക് റിസൾട്ട് അത് തിരിച്ചു നൽകും. ഇനി നമ്മൾ എഴുതിയുണ്ടാക്കുന്നതിനെ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയും. ഇത് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് പറയും. നമുക്കതൊക്കെ വരും ക്ലാസ്സുകളിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. നേരത്തെ നമ്മൾ യൂസ് ചെയ്തതാണ്, എന്നാലും പറയാം. എ സെറ്റ് ഓഫ് മാത്തമെറ്റിക്കൽ ഫംഗ്ഷൻസ് ആൻഡ് കോൺസ്റ്റൻസ് അവൈലബിൾ ഇൻ മാത്ത് മൊഡ്യൂൾ. ടു യൂസ് ദീസ് ഫംഗ്ഷൻസ് we do import math module. അതിനകത്ത് കുറേ ഫംഗ്ഷൻസും കോൺസ്റ്റൻസും ഒക്കെ ഉണ്ട്. അത് നമുക്കൊരു പ്രോഗ്രാമിൽ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇമ്പോർട്ട് മാത്ത്. നോക്കൂ ഇവിടെ math.sqrt of 16 16ന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ചാൽ നമുക്കറിയാം 4 എന്ന് കിട്ടും. ഓക്കെ. math.py പ്രിന്റ് ചെയ്യാൻ പറഞ്ഞാൽ 3.141520 അങ്ങനെ ആ രീതിയിൽ അങ്ങ് വലിയ പ്രിസിഷനുള്ള വലിയ നമ്പർ കിട്ടും. നമ്മൾ സാധാരണ 3.14 വരെയൊക്കെ യൂസ് ചെയ്യാൻ ആക്യുറസി കൂട്ടണമെങ്കിൽ math.py എന്ന് പറഞ്ഞ് ഉപയോഗിച്ചാൽ വലിയ നമ്പർ ആയിട്ട് തന്നെ ഡെസിമൽ സെക്ഷൻ ഉള്ള കിട്ടും. അടുത്ത math.seal 5,2. എന്താണ് സീൽ ചെയ്യുന്നത്? ഒരു കോൺസ്റ്റന്റ് ഒരു 5.2 എന്ന് പറഞ്ഞാൽ അതിന്റെ തൊട്ടടുത്ത ഇൻറ്റിജർ നമ്പർ ഏതാണ്? 6 ആണ്. ഇതുപോലെ ഫ്ലോർ ഉണ്ട്. എന്താണ്? 5.2നെ ഫ്ലോർ ചെയ്താൽ എന്ത് ചെയ്യും? 5ലോട്ട് പോകും. സീൽ ചെയ്താൽ 6ലോട്ട് പോകും. 5.2നെ റൗണ്ട് ചെയ്താൽ എന്ത് വരും? 5 തന്നെ വരും. 5.7നെയാണ് റൗണ്ട് ചെയ്യുന്നതെങ്കിലോ 6 ആയി മാറും. ഓക്കെ. പിന്നെ സീലുണ്ട്, ഫ്ലോർ ഉണ്ട്, റൗണ്ട് ഉണ്ട്, ഇങ്ങനെയുള്ള ഇഷ്ടംപോലെ മാത്തമെറ്റിക്കൽ ഫങ്ഷൻസ് ഉണ്ട്. അങ്ങനെയുള്ള പല രീതിയിലുള്ള മോഡ്യൂൾസ് ഉണ്ട്. ഓരോന്നിനും ഓരോ പർപ്പസ് ആണ്. അതിനകത്ത് ഫങ്ഷൻസ് ഉപയോഗിക്കാം, അതിനകത്ത് കോൺസ്റ്റൻസ് ഉപയോഗിക്കാം. അതേതെങ്കിലും ആ മോഡ്യൂൾസ് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. എന്താണ്? ഇമ്പോർട്ട്. ഓക്കെ, താങ്ക് യു. അടുത്ത സെഷനുമായി നമുക്ക് വീണ്ടും കാണാം.